ദീക്ഷാഭൂമി യാത്രയുടെ മഹാരാഷ്ട്രയിലെ സഞ്ചാരം ഈ അധ്യായത്തോടെ അവസാനിക്കുകയാണ്. മുംബൈ മഹാനഗരത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ യാത്ര. തുടർന്ന് മഹാരാഷ്ട്രയിലെ നഗരങ്ങളും ഗ്രാമങ്ങളും ജീവിത രീതികളുമൊക്കെ മനസ്സിലാക്കി കൃഷിയും ഉപജീവന മാർഗങ്ങളും പകർത്തി പശ്ചിമഘട്ടത്തിലെ ഹിൽ സ്റ്റേഷനുകളും തീരങ്ങളും കണ്ടാസ്വദിച്ചു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ ഹിൽ സ്റ്റേഷനായ മഥേറാനിൽ നിന്ന് യാത്ര മലയിറങ്ങി ഹർനായി തീരത്തെത്തി. ഇനി നാഗ്പൂരാണ് ലക്ഷ്യം. മുംബൈയിൽ നിന്ന് റോഡ് മാർഗം 841 കിലോമീറ്റർ ദൂരമുണ്ട് നാഗ്പൂരിലേക്ക്. ഭൂമിശാസ്ത്രപരമായും ജൈവശാസ്ത്രപരമായും ഒട്ടേറെ പ്രത്യേകതകളുള്ള മേഖലയാണ് നാഗ്പൂർ. മഹാരാഷ്ട്രയിൽ മുംബൈക്കും പൂനെയ്ക്കും പിന്നിൽ വലുപ്പത്തിൽ മൂന്നാമതുണ്ട് നാഗ്പൂർ. മഹാരാഷ്ട്ര വിധാൻസഭയുടെ വാർഷിക വേനൽക്കാല സമ്മേളനം നടക്കുന്നത് നാഗ്പൂരിലാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വേനൽക്കാല തലസ്ഥാനമെന്ന വിശേഷണവും ഈ നഗരത്തിനുണ്ട്. ആ നാഗ്പൂരിലേക്കാണ് ഇനി യാത്ര. 1703 ദിയോഗഡിലെ രാജാവായിരുന്ന ഭക്ത് ബുലന്ദ് ഷായാണ് നാഗ്പൂർ കണ്ടെത്തിയത്. പിന്നീട് ബോൺസാലെ രാജവംശത്തിന് കീഴിൽ മറാത്ത സാമ്രാജ്യത്തിന്റെ ഭാഗമായി ഇവിടം 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തു. ഓറഞ്ചിന് പേര് കേട്ട നഗരമാണിവിടം. നാഗ്പൂർ ഓറഞ്ച് ലോകത്തെമ്പാടുമായി വിറ്റഴിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നാഗ്പൂരിന് ഓറഞ്ച് സിറ്റി എന്ന വിളിപ്പേരുമുണ്ട്. കാലവർഷക്കാലത്ത് പൂവിടുകയും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ വിളവെടുക്കുകയും ചെയ്യുന്ന ഓറഞ്ച് ചെടികളാണ് ഇവിടെയുള്ളത്. അതിമധുരത്തോടൊപ്പം ഉയർന്ന തോതിൽ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ടെന്നതും നാഗ്പൂർ ഓറഞ്ചിനെ ശ്രദ്ധേയമാക്കുന്നു. രാജ്യാന്തര വിപണിയിൽ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന ആവശ്യം കണക്കിലെടുത്ത് നാഗ്പൂർ ഓറഞ്ചിന്റെ ഉൽപാദനവും വർദ്ധിപ്പിച്ചു വരികയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് നിശ്ചിത ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മേഖലകളിലാണ് സാധാരണയായി ഓറഞ്ച് കൃഷി ചെയ്യപ്പെടുന്നതെങ്കിൽ നാഗ്പൂരിൽ താരതമ്യേന താഴ്ന്ന മേഖലകളിലാണ് ഓറഞ്ച് തോട്ടം കാണപ്പെടുന്നത്. 1867 നാഗ്പൂർ റെയിൽവേ സ്റ്റേഷൻ ആരംഭിക്കുന്നത്. 1881 ബോംബെ ഭുസവാൾ നാഗ്പൂർ ലൈൻ ഗതാഗതത്തിനായി തുറക്കുകയും നാഗ്പൂരിൽ നിന്ന് കൽക്കട്ടയിലേക്ക് തീവണ്ടി സർവീസ് തുടങ്ങുകയും ചെയ്തു. 1925 അന്നത്തെ ഗവർണർ സർ ഫ്രാങ്ക് ആണ് ഇപ്പോഴത്തെ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സെൻട്രൽ റെയിൽവേ, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ എന്നിവയുടെ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നതും നാഗ്പൂരിലാണ്. ഇന്ന് 250-ലേറെ തീവണ്ടികൾ ഈ സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. 2 ലക്ഷത്തോളം യാത്രക്കാരാണ് ഈ തീവണ്ടി സർവീസുകളെ ആശ്രയിക്കുന്നത്. ഒക്ടോബർ 14 ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ 5 ലക്ഷത്തിൽ പരം അനുയായികളുമായി ബുദ്ധമതത്തിൽ ചേർന്നത് ആ ദിവസമായിരുന്നു. ആ മഹാമതപരിവർത്തനത്തിന്റെ സ്മാരകമാണ് നാഗ്പൂരിലെ ദീക്ഷാഭൂമി. ചരിത്രത്തിൽ മറ്റൊരിടത്തും ഇത്രയും വലിയൊരു മതപരിവർത്തനം ഒരിടത്ത് ഒരേ ദിവസം നടന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. അംബേദ്കറുടെ ജീവിതത്തിലെ സുപ്രധാന സ്ഥലങ്ങളിലൊന്നായി കരുതപ്പെടുന്ന ഇടം കൂടിയാണ് ദീക്ഷാഭൂമി. ഇന്ത്യയിലെ ദളിത് ബുദ്ധിസം മൂവ്മെന്റിന്റെ കേന്ദ്രമെന്ന രീതിയിൽ ചരിത്രത്തിൽ നാഗ്പൂരിനെ അടയാളപ്പെടുത്താനുള്ള കാരണം ഇതാണ്. നഗരമധ്യത്തിൽ 4 ഏക്കറോളം സ്ഥലത്തായി ദീക്ഷാഭൂമി വ്യാപിച്ചു കിടക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ബുദ്ധമത അനുയായികളുടെ പുണ്യസ്ഥലങ്ങളിലൊന്നാണിവിടം. ധർമ്മചക്ര പരിവർത്തന ദിനമായി ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഒക്ടോബർ 14 ഇവിടെ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്നത്. 1978 അംബേദ്കർ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ സ്തൂപ നിർമ്മാണം തുടങ്ങിയത്. ഏറെക്കാലമെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച സ്തൂപം 2001 ഡിസംബർ 18 അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതി KR നാരായണനാണ് ഉദ്ഘാടനം ചെയ്തത്.
സാഞ്ചി സ്തൂപത്തോട് സാമ്യമുള്ള രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ അകം പൊള്ളയാണെന്നതാണ് സാഞ്ചിയുമായുള്ള വ്യത്യാസം. 10,000 ബുദ്ധഭിക്ഷുക്കൾക്ക് താമസിക്കാനുള്ള സൗകര്യം, 4,000 ചതുരശ്ര അടി വിസ്തീർണവും 2 നിലകളുമുള്ള ഈ സ്തൂപത്തിനുണ്ട്. അംബേദ്കറുടെയും ഗൗതമ ബുദ്ധന്റെയും പ്രതിമകൾ സ്തൂപത്തിനു മുന്നിലായി കാണാം. ബുദ്ധപ്രതിമയ്ക്ക് സമീപത്തായി ഒരു ബുദ്ധവിഹാരവും സ്ഥിതി ചെയ്യുന്നു. അതിനടുത്തായി ഒരു ബോധിവൃക്ഷവും നട്ടുവളർത്തി സംരക്ഷിച്ചിരിക്കുന്നു. ശ്രീലങ്കയിൽ നിന്ന് കൊണ്ടുവന്ന ബോധിവൃക്ഷത്തിന്റെ ശിഖരം നട്ടാണ് ഇത് മുളപ്പിച്ചെടുത്തത്. സ്തൂപത്തിന് ചുറ്റുമുള്ള പൂന്തോട്ടം നാഗ്പൂർ ഇംപ്രൂവ്മെന്റ് ട്രസ്റ്റാണ് സംരക്ഷിച്ചു പോരുന്നത്. ABP ന്യൂസ് ഇപ്സോസ് നടത്തിയ സർവേ പ്രകാരം ജീവിത സൗകര്യങ്ങളുടെയും പച്ചപ്പിന്റെയും പൊതുഗതാഗത സംവിധാനത്തിന്റെയും ആരോഗ്യ പരിരക്ഷയുടെയും കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച നിലവാരമുള്ള നഗരമാണ് നാഗ്പൂർ. കോളനി വാഴ്ചക്കാലത്തെ ഇന്ത്യയുടെ ഭൗമ കേന്ദ്രമാണ് സീറോ മൈൽ സ്റ്റോൺ. ഇന്ത്യയുടെ ഒത്ത മധ്യമെന്ന ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യമാണ് ഈ ഇടത്തിനുള്ളത്. ബ്രിട്ടീഷുകാരാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. കുതിച്ചു ചാടാൻ തയ്യാറായ 4 കുതിരകളുടെ ശില്പങ്ങളും ഒരു കൽസ്തൂപവുമാണ് ഇവിടെയുള്ളത്. മുംബൈയിലെ നെഹ്റു സയൻസ് സെന്ററുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംവാദാത്മക ശാസ്ത്രകേന്ദ്രമാണ് രാമൻ സയൻസ് സെന്റർ. ശാസ്ത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം ശാസ്ത്ര മനോഭാവം വളർത്തുകയും ശാസ്ത്രവും സാങ്കേതികവിദ്യയും സമൂഹ പുരോഗതിക്കായി ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുകയുമാണ് ഈ കേന്ദ്രം ലക്ഷ്യമിടുന്നത്. സെന്ററിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ മനോഹരമായ ഒരു പൂന്തോട്ടമാണ് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുക. അവിടെയുള്ള പ്രദർശന വസ്തുക്കൾ ശാസ്ത്രത്തിന്റെ വിവിധ രഹസ്യങ്ങൾ ലളിതമായ രീതിയിൽ വെളിവാക്കി കൊടുക്കുന്നവയാണ്. ഊഞ്ഞാലുകളിൽ പോലും ശാസ്ത്രം ഒളിച്ചിരിക്കുന്നു. കുട്ടികൾക്കുൾപ്പെടെ കളികളിലൂടെ വിജ്ഞാനം പകരുകയാണ് സെന്ററിന്റെ പ്രധാന ലക്ഷ്യം. നൊബേൽ സമ്മാന ജേതാവ് CV രാമന്റെ സ്മരണാർത്ഥമാണ് ഈ കേന്ദ്രത്തിന്റെ നാമകരണം ചെയ്തിട്ടുള്ളത്. 1992 മാർച്ചിൽ രാമൻ സയൻസ് സെന്ററും 1997 ജനുവരിയിൽ പ്ലാനറ്റോറിയവും ഉദ്ഘാടനം ചെയ്തു. രാമായണത്തിൽ ദണ്ഡകാരണ്യ എന്ന് പരാമർശിക്കപ്പെടുന്ന വിദർഭ ജനപഥത്തിലാണ് നാഗ്പൂർ സ്ഥിതി ചെയ്യുന്നതെന്നാണ് പരമ്പരാഗത വിശ്വാസം. നാഗ്പൂരിലെ അതിമനോഹരങ്ങളായ തടാകങ്ങളിലൊന്നാണ് ഫുട്ടൂല തടാകം. ഏതാണ്ട് 60 ഏക്കർ സ്ഥലത്തായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. 200 വർഷത്തോളം പഴക്കം ഈ തടാകത്തിനുള്ളതായാണ് കരുതപ്പെടുന്നത്. പരിചരണമില്ലാതെ നാശോന്മുഖമായി കിടന്നിരുന്ന തടാകം 2003 മഹാരാഷ്ട്ര സർക്കാർ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മോടി പിടിപ്പിക്കുകയായിരുന്നു. നാഗ്പൂരിൽ ആകെ 11 തടാകങ്ങളാണുള്ളത്. അതിൽ ഏറ്റവും വലുതാണ് അംബാസരി തടാകം. അതിനു സമീപത്തായി മനോഹരമായ ഒരു ഉദ്യാനവുമുണ്ട്. നാഗ് നദിയുടെ ഉത്ഭവ കേന്ദ്രം കൂടിയാണിവിടം. നഗരത്തിലേക്ക് ജലവിതരണത്തിനായി 1870 ബോൺസ്ലെ രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ തടാകം. 3 പതിറ്റാണ്ട് മുൻപ് വരെ ഇവിടെ നിന്നുള്ള ജലവിതരണം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ മലിനീകരണം നിമിത്തം അത് നിർത്തിവച്ചിരിക്കുകയാണ്. മാവുകളാൽ ചുറ്റപ്പെട്ട തടാകത്തിന് മറാത്തിയിൽ മാങ്ങയ്ക്ക് പറയുന്ന പേരായ അമ്പയിൽ നിന്നാണ് അംബാസരി എന്ന പേര് ലഭിച്ചത്.
തടാകത്തോട് ചേർന്നുള്ള പൂന്തോട്ടമാണ് അംബാസരി ഗാർഡൻ. 18 ഏക്കർ സ്ഥലത്തായി 1958 അംബാസരി ഗാർഡൻ നിർമ്മിച്ചത്. നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനാണ് പൂന്തോട്ടത്തിന്റെ സംരക്ഷണ ചുമതല. ഉദ്യാനത്തിൽ ഒരിടത്തായി യുദ്ധവിമാനമായ ഹണ്ടർ എയർക്രാഫ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നു. 2001 ഈ എയർക്രാഫ്റ്റ് നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷന് വായുസേന നൽകിയത്. ഒട്ടേറെ വിനോദോപാധികളും റൈഡുകളും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. എങ്കിലും നാഗ്പൂരിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് അംബാസരി. നാഗ്പൂരിലെ കാഴ്ചകൾ കണ്ട് ഇനി രത്നഗിരി താഴ്വരയിലേക്കാണ് മാതൃഭൂമി യാത്രയുടെ സഞ്ചാരം. മഹാരാഷ്ട്രയുടെ ഗ്രാമ മനസ്സറിഞ്ഞുള്ള യാത്ര.